പ്രമേഹം ഒരു നിസ്സാര രോഗമല്ല, അതൊരു സ്ലോ കില്ലർ ഡിസീസാണ്. ഞാൻ സാധാരണ ഈ പ്രമേഹത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ആൾക്കാരെ ഒന്നും കൂടി ഇത് മനസ്സിലാക്കി കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഉദാഹരണം തവളയെ പുഴുങ്ങുന്ന ഉദാഹരണമാണ്. ഒരു തണുത്ത വെള്ളത്തിൽ സാവധാനത്തിൽ ചൂടാക്കുന്ന തവള പോലും അറിയാതെ പുഴുങ്ങി അത് മരണപ്പെട്ടു പോകുന്നു എന്നുള്ളത് പോലെയാണ് പ്രമേഹം. എന്നാൽ ഞാനിപ്പോൾ പ്രമേഹത്തെ ഒന്ന് നിസ്സാരവൽക്കരിക്കാൻ പോവുക. ഒന്ന് ആലോചിച്ച് വെക്കുക, ഒരുപക്ഷെ നിങ്ങൾക്ക് ചില ഭക്ഷണങ്ങളോട് അലർജിയാണെന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് പ്രോൺസ് അലർജി ഉണ്ടാവാം, അല്ലെങ്കിൽ പൈനാപ്പിൾ അലർജി ഉണ്ടാവും. ഒരു പ്രോൺസോ പൈനാപ്പിളോ അലർജിയുള്ള ഒരാൾ ഈ ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് അലർജിക് സിംറ്റംസ് വളരെ കൂടിയെന്ന് വിചാരിക്കുക. ശ്വാസം മുട്ടലോ, ദേഹം മുഴുവൻ തടിച്ചു വരിക, ചൊറിച്ചിൽ വരിക, അസ്വസ്ഥത ഉണ്ടാവുക. ഒരുപക്ഷെ ഒരു അലർജിയുടെ ഗുളിക കഴിച്ചാൽ അത് മാറുമായിരിക്കാം. പക്ഷേ ആ വ്യക്തി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? കഴിവതും ഈ പ്രോൺസോ പൈനാപ്പിളോ അല്ലെങ്കിൽ അതുപോലെ അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മിക്കവാറും എല്ലാ ദിവസവും ഈ പ്രോൺസും പൈനാപ്പിളോ അല്ലെങ്കിൽ അതുപോലെ അലർജി ഉണ്ടാകുന്ന ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം അലർജി മാറാനുള്ള ഗുളിക കഴിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം എടുത്താൽ എങ്ങനെയുണ്ടോ? ശരിക്കും നോക്കിയാൽ എന്താണ് പ്രമേഹം? പ്രമേഹമുള്ളൊരു വ്യക്തിക്ക് അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണത്തിലെ അന്നജത്തിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്, ടോളറേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മാനേജ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ടാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഉയരുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒരുപക്ഷെ വ്യായാമക്കുറവാവാം, ഭക്ഷണത്തിലെ പ്രശ്നങ്ങളാവാം, പോഷകങ്ങളെ കുറവാകും, ഉറക്കത്തിലെ പ്രശ്നങ്ങളാവാം, അമിതമായ സമ്മർദ്ദം മൂലമാവും. എന്തു തന്നെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിലെ അന്നജത്തിനെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ വേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ മാറ്റം എന്താണ്? ഭക്ഷണത്തിലെ അന്നജത്തിനെ കുറയ്ക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. പക്ഷേ പല ആൾക്കാരും വർഷങ്ങളോടും ഇത് ചെയ്യാറില്ല. കാരണം അതിനെക്കുറിച്ചുള്ള വേണ്ടത്ര അറിവില്ല, വേണ്ടത്ര ഗൈഡൻസ് ഇല്ല. പലപ്പോഴും ഒരു പ്രമേഹ രോഗി ഏറ്റവും വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നുണ്ടെങ്കിൽ പോലും ഭക്ഷണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ അന്നജത്തിനോടുള്ള ഒരു ഇൻടോളറൻസ് ഹാൻഡിൽ ചെയ്യാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. ഭക്ഷണത്തിലെ അന്നജത്തിനെ വേണമെങ്കിൽ ഒരു ശാസ്ത്രീയമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പടിപടിയായിട്ട് അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് പ്രമേഹ ചികിത്സയിലെ ഏറ്റവും നമ്പർ 1 സ്റ്റെപ്പ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും.